ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ്. ഇന്നേ ഞാനൊരു വോൾ ആർട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് വോൾ ഡ്രോയിങ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ഭിത്തിയൊക്കെ ചിക്കു ഏകദേശം വരച്ച് ലെവലാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കുറച്ചൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് നേരത്തെ വേറെ ഭിത്തിയിലൊക്കെ. അപ്പം ഇതിപ്പം ഇവരുടെ ബെഡ്റൂമാണ്, പിള്ളേരുടെ ബെഡ്റൂമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് മിക്കി അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ വരയ്ക്കാമെന്ന്. അപ്പം നമുക്ക് വരച്ചാലോ? ഭിത്തി ആദ്യം ഞാൻ കാണിച്ചു തരാവേ. ദേ എൻ്റെ മോൻ ഭിത്തിയിൽ കുറേ വരച്ച് കറുകുറേന്ന് വരച്ചിട്ടിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇത് ഇവിടെ മാത്രമേ വരച്ചിട്ടുള്ളൂ എന്നല്ല, ഇപ്പുറത്തെ സൈഡിലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തു. ഒരു മിക്കി വരയ്ക്കാനുള്ള ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ കളർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായി വരുമായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഞാനിപ്പോൾ ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തൂടെയാണ് കളർ അടിക്കുന്നത്. ഞാൻ നോർമൽ അക്രലിക് പെയിൻറ് കൊണ്ട് തന്നെയാണ് അടിക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സെയിം അക്രലിക് തന്നെയാണ്. ആദ്യം കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. കുറച്ച് അക്രലിക്കിൽ ഞാൻ വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ആ പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ അത് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ മിക്കിയുടെ ചെവിയും മുഖത്തിൻ്റെ ആ സൈഡൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് പോർഷൻസ് മൊത്തം പെയിൻറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കളറിലോട്ട് പോകുന്നത്. അതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് മാറണ്ട, പെയിൻറ്റ് വേസ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ പോർഷൻസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഓൺലി 3 കളേഴ്സ് ആവശ്യമുള്ളൂ. മിക്കിക്ക് നമുക്ക് ഒത്തിരി കളേഴ്സൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടുതലും ബ്ലാക്കും റെഡും ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ യെല്ലോ ഷൂസും ഫേസ് കളറും, അതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് എല്ലാം ഒന്ന് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. കാരണം നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരച്ചത് ഔട്ട്ലൈൻ ഒട്ടും കാണത്തില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ബ്ലാക്ക് കൊണ്ട് ഫുള്ളും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മുടെ കണ്ണൊക്കെ ഏകദേശം വരച്ച് വരുന്നുണ്ട്. ഒരു 3 o'clock തുടങ്ങിയിട്ട് ഒരു 5 o'clock ആകുമ്പോഴത്തേക്കും ഉള്ളിൽ തന്നെ ഞാൻ തീർത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സമയമൊക്കെ മക്കളൊക്കെ എൻഗേജ്ഡായി പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ ഇവിടെ വരച്ചിട്ടുള്ളൂ, ഒത്തിരി ക്യാരക്ടേഴ്സൊന്നും വരച്ചിട്ടില്ല. അപ്പം ഇപ്പം ഏകദേശം മിക്കിയുടെ മുഖം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുരികം വരച്ചു കൊടുത്തു. ഇനിയിപ്പം അവിടെ എല്ലാം പെൻസിൽ കൊണ്ട് ഒത്തിരി മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. മോൻ വന്നിട്ട് അവൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സത്യത്തിൽ. അവൻ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയ സത്യത്തിൽ ഞാൻ വരച്ചത് തന്നെ. മാത്രമല്ല മൊത്തം പെയിൻറ്റ് സ്ക്രിബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഭിത്തിയെല്ലാം സ്ക്രിബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ അത്രയും സ്ഥലത്തെ വൃത്തികളങ്ങ് മാറിക്കിട്ടുമല്ലോ. അപ്പം ഞാൻ കാലും കൂടെ ഔട്ട്ലൈൻ കൊടുത്ത് വരച്ചു തുടങ്ങുകയാണ്. എല്ലാം ആദ്യം ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്കിയെ ഞാൻ ഔട്ട്ലൈൻ ഫുള്ളും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആദ്യം ഫിനിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കളറിലോട്ട് പോകുന്നുള്ളൂ, അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇച്ചിരി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത്, ഇപ്പോൾ കുറച്ച് ഡാർക്കായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല അക്രിലിക് കളർ കുറച്ച് ഡാർക്കായി എടുത്തതിന് ശേഷം ഒന്ന് അടിച്ചാൽ മതി. അപ്പം ഞാൻ മിക്കിയുടെ പാൻസും കൂടെ റെഡ് കൊടുക്കുകയാണ്. അതിൻ്റെ നടുക്ക് 2 വൈറ്റ് ഡോട്ട്സ് ഉണ്ട്, അതും വൈറ്റ് അക്രിലിക് കളർ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഷൂസാണ് കൊടുക്കുന്നത്. ഷൂസിന് യെല്ലോ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അതും കൂടെ അത് ഞാൻ ഡാർക്കായി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേക്കിൽ തന്നെ ഒത്തിരി പോർഷൻസ് ഒന്നും ഇല്ലല്ലോ, അത് കാരണം ഒത്തിരി ലൈറ്റായി പിന്നെ ഡാർക്കായി കൊടുക്കുന്നില്ല. ആദ്യം തന്നെ നല്ല ഡാർക്കായി തന്നെ കൊടുക്കുന്നത്. ചിക്കു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഓഡിയൻസിനെ നോക്കി ചിക്കു എന്ന് പറഞ്ഞപ്പോൾ അവൻ നോക്കി ഹലോ പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ മൈൻഡൊന്നും ചെയ്തില്ല.
ഇനിയിപ്പോൾ ഞാൻ ഫേസാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസിന് ഞാൻ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡാണ് കൊടുത്തത്. ഒരു പിങ്കിഷ് ഷെയ്ഡാണ് ആക്കിയത്. ഇപ്പം ഞാൻ അത് ഏകദേശം അടിച്ച് തീരാറായിട്ടുണ്ട്. ശരിക്കും നന്നായി ഫേസ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിലൊന്ന് ബ്ലാക്ക് കളർ തെളിഞ്ഞിട്ടില്ലെങ്കിലേ ഒന്നുകൂടെ അത് തെളിച്ച് വരച്ച് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ കാണും. അപ്പം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.